ഹലോ, വെൽക്കം ബാക്ക് ടു അഴക്. നമ്മളിപ്പോൾ കുറച്ച് നാളായിട്ട് വ്ളോഗ്സും കാര്യങ്ങളൊക്കെ അല്ലേ ഇടുന്നത്. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഉപയോഗമുള്ള ഒരു മേക്കപ്പ് വീഡിയോ ഇന്ന് ഇടാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇന്നത്തെ വീഡിയോ എനിക്ക് ഇഷ്ടപ്പെട്ട കുറച്ച് ലിപ് ബാംസിൻ്റെ കാര്യമാണ്. എല്ലാവരും ലിപ് ബാംസ് യൂസ് ചെയ്യുന്നവരായിരിക്കും, കാരണം ഒരുപാട് പേർക്ക് ഡ്രൈ ആയിട്ടുള്ള ലിപ്സൊക്കെ ഉള്ളവരായിരിക്കും. പിന്നെ പ്രത്യേകിച്ച് വിൻ്റർ സീസൺ ആകുമ്പോഴത്തേക്ക് ഓൾമോസ്റ്റ് എല്ലാവർക്കും ലിപ്സ് ഡ്രൈ ആവാറുണ്ട്. അപ്പോൾ അവർക്കെല്ലാം യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ല സൂപ്പറായിട്ടുള്ള, എനിക്ക് ഉപയോഗിച്ചിട്ട് ഏറ്റവും നല്ലതെന്ന് തോന്നിയിട്ടുള്ള ഒരു 3-4 ലിപ് ബാംസിനെ നിങ്ങൾക്ക് പരിചയപ്പെടുത്താം. ഈ ചില ലിപ് ബാംസ് ഒക്കെ ആണെങ്കിൽ ഉണ്ടല്ലോ, നമ്മൾ ഇടുമ്പോൾ നല്ലതായിരിക്കും, പക്ഷേ ഇട്ട് കഴിഞ്ഞ് കുറേ നേരം കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ ലിപ്സ് കുറച്ചും കൂടെ ഡ്രൈ ആയിട്ട് ഇങ്ങനെ വിണ്ട് കീറുന്നതായിട്ടൊക്കെ വരാറുണ്ട്. അപ്പോൾ ഇത് അങ്ങനെയൊന്നുമില്ല. എനിക്ക് ഏറ്റവും ഫസ്റ്റിൽ നിങ്ങളെ പരിചയപ്പെടുത്താനുള്ളത് മേബിളിൻ്റെ ഈ ബേബി ലിപ്സ് എന്നുള്ള ലിപ് ബാമാണ്. ഇതിൻ്റെ ഒരുപാട് ഷെയ്ഡ്സ് അവൈലബിൾ ആണ്. ഞാനിത് യൂസ് ചെയ്തിരിക്കുന്നത് ഏത് ഷെയ്ഡാണ്, ഇലക്ട്രോ. ഇലക്ട്രോ ആണിത്. ഇതിപ്പം ഈ ലിപ് ബാമിൻ്റെ ഒരു കാര്യം ഞാൻ പറയുകയാണെങ്കിൽ, ഇത് നമ്മൾ യൂസ് ചെയ്യുമ്പോഴത്തേക്ക് ഒരു ചെറുതായിട്ടൊരു ലിപ്പിൻ്റെ കളർ ഒന്ന് ചേഞ്ച് ആകും, ഒരു ലൈറ്റ് റോസ് കളറിൽ വരും. നിങ്ങൾക്ക് അങ്ങനത്തെ ഒരു കളറ് ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ, ഒരുപാട് ഷെയ്ഡ്സ് ഉണ്ട്, നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും ഷെയ്ഡ്സൊക്കെ ചൂസ് ചെയ്യാം. അപ്പോൾ ഞാൻ പ്രിഫർ ചെയ്യുന്ന നമ്പർ 1 ആയിട്ടുള്ള ലിപ് ബാം മേബിളിൻ്റെ ഈ ബേബി ലിപ്സ് തന്നെയാണ്. മെയിനായിട്ട് ഇത് നമുക്ക് കുറേ ലോങ് ലാസ്റ്റിംഗ് എന്നതിലുപരി ഇപ്പം അത്യാവശ്യം പുറത്തൊക്കെ പോകണമെങ്കിൽ തന്നെ നമുക്ക് ലിപ്സ്റ്റിക്ക് ഇടേണ്ട ആവശ്യമില്ല കേട്ടോ. ഇത് ഇട്ടാൽ മതി. ഞാൻ പറഞ്ഞില്ലായിരുന്നു, ഒരു ലൈറ്റ് പിങ്ക് ഷെയ്ഡ് നമ്മുടെ ലിപ്സിന് കിട്ടും. അപ്പോൾ അതുകൊണ്ട് ഇതെനിക്ക് ഒത്തിരി ഇഷ്ടമാണ്. ഇനി രണ്ടാമത്തത്, അടുത്ത എൻ്റെ ഏറ്റവും ഫേവറേറ്റുള്ള ലിപ് ബാമാണ് സെബോളിൻ. സെബോളിൻ മെയിനായിട്ട് എനിക്ക് ഇഷ്ടം എന്ന് വെച്ചാൽ ഇതിൻ്റെ സ്മെല്ല് എനിക്ക് ഒത്തിരി ഇഷ്ടമാണ്. അതിനേക്കാളും ഉണ്ടല്ലോ, ഇതിപ്പോൾ നമ്മുടെ ലിപ്പ് ഭയങ്കരമായിട്ട് ഡ്രൈ ആയിട്ടിരിക്കുന്നു, എന്തൊക്കെ ഇട്ടിട്ടും ശരിയാവുന്നില്ല, അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ഇതൊരു കണ്ടിന്യൂ 2 ദിവസം മാത്രം നൈറ്റ് നിങ്ങൾ ഉറങ്ങാൻ പോകുന്നതിന് മുന്നേ ഇത് ഇട്ടിട്ട് കിടന്നാൽ മതി. വിത്തിൻ 2 ഡേയ്സ് എന്തായാലും റെഡി ആവും. കാരണം എൻ്റെ അനുഭവം കൊണ്ട് ഞാൻ പറയാം കേട്ടോ. അപ്പോൾ ഇത് നമ്മുടെ നോർമൽ കളർ തന്നെയാണ്, അല്ലാതെ വേറെ ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് പിങ്കോ അങ്ങനത്തെ ഷെയ്ഡ്സ് ഒന്നുമില്ല, നാച്ചുറൽ കളറാണ്. നല്ല സ്മെല്ല്. അപ്പോൾ ഇത് ഇട്ടാൽ പെട്ടെന്ന് തന്നെ നമുക്ക് ഡ്രൈ ആയിട്ടുള്ള ലിപ്പ് മാറിക്കിട്ടും. പിന്നെന്ന് വെച്ചാൽ ഇതൊരു ഇന്ത്യൻ പ്രോഡക്റ്റാണ്. ഇതേപോലെ ട്യൂബായിട്ടും വരുന്നുണ്ട്, അതല്ലാതെ ഒരു കുഞ്ഞു റൗണ്ട് ടിന്നിലും വരുന്നുണ്ട്. പ്രൈസും വലുതായിട്ടൊന്നുമില്ല, 20 റുപ്പീസ് അങ്ങാണ്ടേ ഉള്ളൂ. പിന്നെ പറയാനുള്ളത്, ഇതിനകത്ത് അവർ മെയിനായിട്ടൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്, ഡയറക്റ്റ് സൺലൈറ്റിൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ട്. അപ്പോഴത്തേക്ക് നമ്മൾ പുറത്ത് പോകുമ്പോഴത്തേക്ക് മാക്സിമം ഇത് യൂസ് ചെയ്യാതിരിക്കുന്നതായിരിക്കും നല്ലതെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പോൾ കിടക്കുന്ന സമയത്ത് ഇത് ഞാൻ ഒരുപാട് നാളായിട്ട് ഞാൻ ഇത് തന്നെ ആട്ടോ എൻ്റെ ഒരു നൈറ്റ് സ്കിൻ കെയറിൽ യൂസ് ചെയ്തേക്കുന്ന ലിപ്പ് കെയറിൽ യൂസ് ചെയ്തേക്കുന്ന മെയിനായിട്ടൊരു പ്രോഡക്റ്റ് ഈ സെബോളിൻ്റെ ഈ ലിപ് ബാം തന്നെയാണ്. ഞാൻ പുറത്ത് പോകുമ്പോഴൊന്നും ഇത് യൂസ് ചെയ്യാറില്ല, നൈറ്റ് മാത്രമേ യൂസ് ചെയ്യാറുള്ളൂ. ഇതൊരു സൂപ്പർ പ്രോഡക്റ്റാണ്. ഇനി അടുത്തത് 3ാമത്തെ പ്രോഡക്റ്റ് കാണിച്ചു തരാം, ലാബെല്ലോ. ഇതും കുറേ പേർക്ക് അറിയുന്നൊരു പ്രോഡക്റ്റ് ആയിരിക്കും കേട്ടോ. ഇത് ഞാനിപ്പോൾ യൂസ് ചെയ്തേക്കുന്നത് ചെറിയാണ്. ഇതിൻ്റെ തന്നെ സ്ട്രോബെറി ഉണ്ട്, പിന്നെ നാച്ചുറൽ കളർ ഉണ്ട്, അങ്ങനെ കുറേ ഇതിനകത്തും ഉണ്ട് ഷെയ്ഡ്സ്. എനിക്ക് സ്ട്രോബെറിയുടെ സ്മെല്ല് അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടമില്ല, ഞാൻ അതുകൊണ്ട് ഈ ചെറി തന്നെയാണ് എപ്പോഴും യൂസ് ചെയ്യുന്നത്. ഞാനിപ്പോൾ ഇട്ടേക്കുന്നതും ഈ ലാബെല്ലോ ആണ് ഇട്ടേക്കുന്നത്. ഇതിനും പറ്റി ഞാൻ മേബിളിൻ്റെ കാര്യം പറഞ്ഞേക്കുന്ന കണക്ക് അത്ര വലിയ കളറൊന്നുമില്ല, നമുക്ക് ലിപ്സ്റ്റിക്ക് ഇട്ട പോലെ ഒന്നും തോന്നത്തൊന്നുമില്ല കേട്ടോ ഇതിട്ടാലും. ഇത് സൂപ്പറാണ്. ഇതും ലോങ് ലാസ്റ്റിംഗ് ആണ്, സ്മെല്ലും കുഴപ്പമില്ല. നമുക്ക് അങ്ങനെ ഭയങ്കര സൂപ്പർ സ്മെല്ലൊന്നും അല്ല എന്നുണ്ടെങ്കിലും കുഴപ്പമില്ല, നല്ല സ്മെല്ലാണ്. ലിപ്സ്റ്റിക് ഒന്നും ഇടാൻ താല്പര്യമില്ലാത്തവർക്കൊക്കെ ഇത് യൂസ് ചെയ്യും. ഇനി അടുത്തതായിട്ടുള്ളത് ഈ ലിപ് ബാമാണ്. ഇതൊരു ഫേസ് ഷോപ്പിൻ്റെ പ്രോഡക്റ്റാണ്. സ്വീറ്റ് മാക്രോൺ ലിപ്പ് എന്ന് അതിനകത്ത് ഒരു ടൈറ്റിലായിട്ട് കൊടുത്തിട്ടുള്ളത്. ഇത് ഓപ്പൺ ചെയ്താൽ ഇങ്ങനെ ഇരിക്കുന്നത് കണ്ട, ഒരു ലൈറ്റ് പിങ്ക് ഷെയ്ഡ്. പക്ഷേ ഇട്ടാൽ നമുക്കിങ്ങനെ കളറൊന്നും വരില്ല കേട്ടോ.
ഇത് സൂപ്പറാണ്. എനിക്ക് ഒന്നാമത്തെ കാര്യം ഇതിൻ്റെ ഈ ഒരു ടിന്ന് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഒരു എന്താ പറയുക, ഒരു അലുമിനിയമോ എന്തോ എനിക്കിത് കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ഞാൻ വാങ്ങിയതാണ്. പക്ഷേ ഇത് യൂസ് ചെയ്തപ്പോഴത്തേക്കും എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. ആക്ച്വലി ഞാൻ ഇത് അത്ര നല്ലതായിരിക്കുമോ എന്ന് എനിക്ക് ആരും അങ്ങനെ റിവ്യൂ പറഞ്ഞ് ഞാൻ കേട്ടിട്ടൊന്നുമില്ല. ഞാൻ കണ്ട് അങ്ങ് വാങ്ങിച്ചു, അത്ര മാത്രമേ ഉള്ളൂ. പക്ഷേ യൂസ് ചെയ്തപ്പോൾ എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. പിന്നൊരു പ്രോബ്ലം എന്ന് വെച്ചാൽ ഇത് നമ്മളിങ്ങനെ കൈക്കകത്ത് എടുത്തിട്ട് വേണം ഇടാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് ഒരു മൈനസായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ബാക്കിയെല്ലാം ഇതിൻ്റെ സൂപ്പറാണ്. ഇത് നിങ്ങൾക്ക് ഓൺലൈനിലൊക്കെ വാങ്ങിക്കാൻ കിട്ടും കേട്ടോ. പിന്നെ അടുത്ത പ്രോഡക്റ്റ് ഇത് ലാക്മിയുടെയാണ്. ഇത് ലാക്മിയുടെ ലിപ് ബാം പ്ലസ് ലിപ് ഗ്ലോസ് ആണ്. ഇത് നിങ്ങൾക്ക് ലിപ് ഗ്ലോസ് ആയിട്ട് വേണമെങ്കിലും യൂസ് ചെയ്യാം, ലിപ് ബാം ആയിട്ടാണെങ്കിലും ഇടാം. പക്ഷെ ഇത് ലിപ് ബാം ആയിട്ട് മാത്രമാണെങ്കിൽ കുറച്ചിങ്ങനെ ഭയങ്കര ഒരു ഗ്ലോസി ഫീൽ കിട്ടുന്ന പോലെ തോന്നുന്നുണ്ട്. അപ്പം ഞാൻ അത് കാരണം ഇത് അങ്ങനെ അധികം യൂസ് ചെയ്യാറില്ല കേട്ടോ. ഇതുപോലെ എടുക്കുന്നത് ഞാനങ്ങനെ അധികം യൂസ് ചെയ്യാറില്ല. കാരണം ലാക്മി സാറ്റിൻ ഗ്ലോസ് ഇത് ഞാൻ അധികം യൂസ് ചെയ്യാത്ത കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം നമ്മൾ പുറത്തൊക്കെ പോണ സമയത്തായിരിക്കുമല്ലോ കൂടുതൽ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇപ്പം നമ്മൾ മുടിയൊക്കെ അഴിച്ചിട്ടിട്ട് പോവുകയാണെങ്കിൽ ഇപ്പം മുടിയൊക്കെ പറന്ന് ലിപ്പിലോട്ടൊക്കെ വരികയാണെങ്കിൽ കുറച്ച് ആ ഗ്ലോസി ഫീൽ ഉള്ളതുകൊണ്ടുണ്ടല്ലോ മുടി ഇങ്ങനെ ലിപ്പിലിങ്ങനെ പറ്റിപ്പിടിച്ച് എനിക്ക് എന്തോ ഇറിറ്റേഷനായിട്ട് ഫീൽ ചെയ്യും. അപ്പം ഞാൻ അത് കാരണം ഇത് അധികം യൂസ് ചെയ്യാറില്ല. അന്നിങ്ങനെ കണ്ടപ്പോൾ അങ്ങ് വാങ്ങിച്ചതാണ്. അപ്പോൾ ഞാൻ കരുതി സൂപ്പറായിരിക്കും എന്ന് കരുതി അങ്ങനെ വാങ്ങി. പക്ഷേ എന്നാലും കുഴപ്പമില്ല, കുറേ പേര് ഇത് യൂസ് ചെയ്യുന്നുണ്ട്. ഒരുപാട് ആൾക്കാർക്ക് ഇത് ഇഷ്ടമുള്ളവരുണ്ട് കേട്ടോ. അവരെന്നെ ദയവ് ചെയ്ത് പൊങ്കാലയിടരുത്. ഇത് കുറേ പേർക്ക് ഇഷ്ടമാണ്. എൻ്റെ തന്നെ കുറേ ഫ്രണ്ട്സൊക്കെ ഇത് യൂസ് ചെയ്യുന്നവരുണ്ട്. അവരുടെ എല്ലാം ഫേവറേറ്റാണിത്. ഞാൻ എൻ്റെ ഫേവറേറ്റ്സ് ആദ്യം കാണിച്ചതൊക്കെ. ഇനി ഏറ്റവും ലാസ്റ്റായിട്ടുള്ളത് നമ്മുടെ സ്വന്തം വാസ്ലീനാണ്. നമ്മുടെ കയ്യിൽ ഈ ലിപ് ബാംസ് ഒന്നുമില്ലെങ്കിൽ പോലും ഉണ്ടല്ലോ, നമുക്ക് ഈ വാസ്ലിൻ യൂസ് ചെയ്താൽ മതി. നമ്മുടെ ലിപ്പിൻ്റെ എല്ലാ പ്രോബ്ലവും മാറും. ഇപ്പം അധികം ഡ്രൈ ഡ്രൈ ആയിട്ട് ലിപ്പ് ഉള്ളവർക്കെല്ലാം വാസ്ലിൻ യൂസ് ചെയ്താൽ മതി. രാത്രി കിടക്കുന്നതിന് മുന്നേ ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്തിട്ട് രാവിലെ ആകുമ്പം നന്നായിട്ട് ചേഞ്ച് ഉണ്ടാവും. അപ്പം ഇത് നല്ലൊരു പ്രോഡക്റ്റാണ്. ഇത് ഞാനും ഇടയ്ക്കിടയ്ക്കൊക്കെ യൂസ് ചെയ്യാറുണ്ട്. ഇപ്പോൾ ഇതിന് എൻ്റെ കയ്യിലുള്ളത് കൊക്കോ ബട്ടറാണ്. കൊക്കോ ബട്ടറല്ല, വാസ്ലിൻ്റെ ഏതായാലും മതി. ഇതിനാണെങ്കിൽ ഒരു സ്മെല്ലുണ്ട് കൊക്കോ ബട്ടറിൻ്റെ. അപ്പോൾ ഇതൊക്കെ ഇത്രയാണ് എൻ്റെ കയ്യിലുള്ള ലിപ് ബാംസ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടുള്ളത്. പക്ഷേ ഇനി ചിലപ്പോൾ ഇതിനേക്കാളും വേറെ ലിപ് ബാംസ് ഒത്തിരി നല്ലതൊക്കെ ഉണ്ടായിരിക്കും. പക്ഷേ ചിലതൊക്കെ എനിക്ക് യൂസ് ചെയ്തിട്ട് എൻ്റെ ലിപ്പിന് അത്രയ്ക്ക് അങ്ങോട്ട് ഓക്കെ ആയിട്ടില്ല. കാര്യം കുറച്ച് കഴിയുമ്പോൾ അധികം ഡ്രൈ ആവുന്ന പോലെയൊക്കെ എനിക്ക് തോന്നി. പിന്നെ ഇപ്പം മാർക്കറ്റിൽ ഒരുപാട് പുതിയ പ്രോഡക്ട്സ് അവൈലബിൾ ആണ്. അപ്പോൾ അതിനകത്തൊക്കെ സൂപ്പർ കാണും. അപ്പോൾ നിങ്ങൾ യൂസ് ചെയ്ത് നല്ലതായിട്ട് തോന്നിയിട്ടുള്ള വേറെ ലിപ് ബാംസ് ഉണ്ടെങ്കിൽ ദയവേത് എനിക്കൂടെ കമൻറ്റ് ബോക്സിൽ അയച്ചു തരണം. ഞാനും ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പം ഞാൻ ടാറ്റ പറയുന്നതിന് മുന്നേ വേറൊരു കാര്യം പറയാം. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ തന്നെ ബെല്ലൈക്കൺ നിങ്ങൾ ഒന്നും കൂടെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണം. ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്ന്. ഉണ്ടെങ്കിൽ മാത്രമേ പുതിയ നോട്ടിഫിക്കേഷൻ വരുള്ളൂ. അപ്പം നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് പെട്ടെന്ന് കാണാം. ടാറ്റാ.